വൈകിടുമോ പ്രിയനേ വരാ, വൈകിടുമോ എന്നെ ചേർപ്പാ, വൈകിടുമോ പ്രിയനേ വരാ, വൈകിടുമോ എന്നെ ചേർപ്പാ. നാഥന്റെ മാർവല്ലേ ചൂടെനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്, നാഥന്റെ മാർവല്ലേ ചൂടെനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവരും കരയുന്നവരുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞത് യേശുവല്ലേ? ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന ഒരാളല്ല യേശു. കർത്താവ് ഓരോ കാര്യങ്ങളും കാണുന്നത് ദൈവത്തിൻ്റെ കണ്ണിലാണ്. യാക്കോബ് ദുഃഖിച്ചിരുന്നു. സത്യത്തിൽ അവൻ ഭാഗ്യവാനായി തീർന്നില്ലേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം? ഹന്ന ദുഃഖിക്കുന്നവളായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം അവളുടെ ജീവിതം ആശ്വാസം കൊണ്ട് നിറഞ്ഞു. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങളുടെ ഹൃദയം ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദുഃഖിക്കുന്ന ചിലരോട് കർത്താവ് ഇന്ന് പറയുന്നൊരു കാര്യമാണ്, ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കാൻ ദൈവം സഹായിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുന്നത്? അതിന് നിങ്ങളുടെ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഇടയിൽ സന്തോഷമായ യേശു വരണം. യേശു അതിൻ്റെ നടുവിലുള്ളപ്പോഴാണ് അത് സന്തോഷമായി മാറുന്നത്. ആമേൻ. ആ യേശു അതിൻ്റെ നടുവിലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 പറയുന്നു, ദുഃഖത്തിന് പകരം അവൻ ആനന്ദ തൈലം തരുമെന്ന് പറഞ്ഞു. വിഷണ മനസ്സിന് പകരം അവൻ സ്തുതി എന്ന മേലാട് തരുമെന്ന്. എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ദുഃഖമുള്ളൊരു വ്യക്തിയാണ്. ഒരു നിരാശ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ടുണ്ടായി. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും? ഒന്നാമത് കഴിവില്ല, അറിവില്ല, ഉയർന്നു വരാൻ ഒരു സാധ്യതയില്ല, പഠിത്തമില്ല, പഠിക്കുന്നതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചെറുപ്രായത്തിലെ അപ്പനും അമ്മയും യേശുവിനെ തന്നിരുന്നു. ഭയങ്കര ദുഃഖമായിരുന്നു എൻ്റെ ലൈഫ്. എന്നാൽ ഞാൻ യേശുവുമായിട്ട് എൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ട് യേശുവുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, ആ വിഷണ മനസ്സിന് പകരം സ്തുതി എന്നൊരു മേലാട് എനിക്ക് തന്നു. ഞാൻ എത്ര സോങ്സ് എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ കുറച്ച് പാട്ടുകൾ മാത്രമേ വെളിയിൽ വന്നിട്ടുള്ളൂ. ഞാനിത് പറഞ്ഞു വരുന്നത്, ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ആ വിഷണ മനസ്സിന് പകരം അവിടെ മറ്റൊരു സാധനം കൊണ്ട് കർത്താവ് വെച്ചു, സ്തുതി.
ആമേൻ. ഓരോ ദിവസവും ഒരു പുതിയ ഒരു പാട്ട് കർത്താവ് എനിക്ക് ഒരു വരിയെങ്കിലും തരും. കഴിഞ്ഞ നീണ്ട വർഷങ്ങളായുള്ള എൻ്റെ ഒരു അനുഭവമാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നു ഇത് ദൈവം തന്നതാണ്. ആമേൻ. യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആമേൻ. അതിന് യേശു പറഞ്ഞൊരു ഉപമയുണ്ട്, ഒരു ഉദാഹരണം. ഒരു സ്ത്രീ പ്രസവം എടുക്കുന്ന സമയം ഭയങ്കര വേദനയിൽ കരയും. എന്നാൽ ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ വേദന മറക്കും. കർത്താവ് നിങ്ങളുടെ ദുഃഖങ്ങളെ മറക്കാൻ ചിലത് തരും. ആമേൻ. ആമേൻ. എന്തോ ഇന്നത്തെ ദിവസം നിങ്ങളോട് കർത്താവ് പറയുന്നു, മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ചില ദുഃഖഭാരങ്ങൾ ദൈവം മാറ്റുകയാണ്. ആമേൻ. ആ ദുഃഖമിരിക്കുന്ന സ്ഥാനത്ത് ദൈവം സന്തോഷവും ആനന്ദവും സ്തുതിയും ദൈവസമാധാനമൊക്കെ നിറയ്ക്കാൻ പോവുകയാണ്. ആമേൻ. നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകുന്ന നിലകളിൽ നിങ്ങളുടെ ലൈഫിനെ ദൈവം ടോട്ടലി റെസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ചിലർ ചില വിഷയത്തെ ഓർത്ത് ചിന്തിച്ച് ഭാരപ്പെട്ട് ഡിപ്രഷന് പോലും പോയിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ചിലർ അതിൽ നിന്ന് പുറത്തു വരുവാൻ വൈദ്യസഹായവും മരുന്നും ഒക്കെ ആശ്രയിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവ് നിങ്ങളെ റെസ്റ്റോർ ചെയ്യും. ആമേൻ. ദുഃഖത്തെ മാറ്റി അവിടെ സന്തോഷം നൽകുന്നൊരു ദൈവം നമ്മുടെ ദൈവമാണ്. അങ്ങനെ പുറത്തു വന്നവരുണ്ടോ? ആയിരക്കണക്കിന്. കർത്താവിൻ്റെ സൗഖ്യങ്ങളിൽ അധികവും ആന്തരിക സൗഖ്യങ്ങളായിരുന്നു. ആമേൻ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കിട്ടും. ഹൃദയം തകർന്നവർക്ക് അവൻ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് അതിനോട് ചേർത്ത് ഈ വചനോട് തരികയാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ആമേൻ. അവർക്ക് ആശ്വാസം ലഭിക്കും. ഒരു ഭയങ്കര ആശ്വാസം, ഒരു ഭയങ്കര പൊതിച്ച് കർത്താവ് തരുന്നു. നമ്മുടെ ദൈവം ആശ്വാസത്തിന്റെ ഉറവിടമാണ്. ആമേൻ. ചേർത്ത് പിടിക്കാൻ പോവുകയാണ് കർത്താവ് ചിലരെ, ചേർത്ത് അണയ്ക്കാൻ പോവുകയാണ് ചിലരെ കർത്താവ്. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശ്വാസത്താൽ നിങ്ങൾ നിറയാൻ പോവുകയാണ്. ആമേൻ. യേശുവേ, ഇന്ന് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. പിതാവേ, അങ്ങ് ഞങ്ങൾ ആശ്വാസത്താൽ നിറയ്ക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദുഃഖകാലങ്ങളെല്ലാം അങ്ങ് മാറ്റിയിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങൾ ആനന്ദത്താൽ നിറയ്ക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിലും ഈ കുടുംബത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം വന്ന് ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ദുഃഖങ്ങളെല്ലാം മാറട്ടെ, അവരുടെ വിഷാദങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്തുതി മുളയ്ക്കുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആനന്ദ തൈലത്താൽ അവർ കർത്താവെ മുറിവുകൾ കെട്ടപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കി അങ്ങ് മാറ്റുന്നതിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവർക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ദുഃഖകാലം തീർന്നു പോകട്ടെ. ഒരു സന്തോഷത്തിൻ്റെ നാടുകൾ അവർക്ക് കർത്താവ് തുറന്നു കൊടുക്കണമേ. ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ച് അവർ ദുഃഖിക്കാൻ കാരണമായ ആ കടത്തിൽ നിന്ന്, ആ തലമുറയുടെ വിഷയത്തിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന്, ആ കടത്തിൽ നിന്ന്, ആ മാനസികമായ അസ്വസ്ഥതയിൽ നിന്ന്, മറ്റുള്ളവർ വരുത്തിയ വ്യഥകളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് നേരിട്ട പ്രശ്നങ്ങളിൽ നിന്ന്, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന്, മാനസിക സംഘർഷങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, കുടുംബമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ മക്കളുടെ വിടുതലിന് വേണ്ടി അവരെ പുറത്തു കൊണ്ടുവരുന്നു. കർത്താവ് അവരെ സൗഖ്യമാക്കുകയും അവർക്ക് ആരോഗ്യം കൊടുക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടും ബലപ്പെട്ടും സൗഖ്യത്തോടെയും ഇരിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവരെ ഉയർത്തുന്നു, അവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും സൗഖ്യങ്ങളുമായി നിങ്ങൾ നിറഞ്ഞിരിക്കുക. ഗോഡ് ബ്ലെസ് യു. സമാധാനത്തോടെ ആയിരിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഗോഡ് ബ്ലെസ് യു.